പണിയോട് ഇതുവരെ തീർന്നീലേ? ഇപ്പൊ കഴിയൊക്ക കുറച്ചും കൂടി മടക്കാനുള്ളൂ. ഈ എന്തിനാ എല്ലാതും ചെയ്യണത്? അനക്ക് എന്റെയും ഉമ്മാന്റെയും മാത്രം എടുത്താ പോരെ? പിന്നെ ഇവിടെ നിങ്ങളതൊക്കെ മടക്കി വെക്കണ പോലെ തന്നെ കോലതും. അത് നിങ്ങള് പറയാൻ നിക്കണ്ട. എന്താ പറഞ്ഞാല് അനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. അനക്ക് കിട്ടുമ്പോഴേ പടിയുള്ളൂ. സാരില്ലേക്ക, എല്ലാരും മടക്കി വെക്കണതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ഞാൻ ഇതൊന്നും ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഒന്നും വരൂല. ഓൽക്ക് ഇന്നെ അത്ര ഇഷ്ടാണ്. പിന്നെ അതേപോലെ തന്നെ നിക്കണ്ട ഞാനും. ഞാൻ എന്തെങ്ങനൊക്കെ പറയുന്നു. അനക്ക് കിട്ടുമ്പോ മനസ്സിലാവും. ഞാനണ്ട് സഹിച്ചു. ഇതൊന്ന് വേഗം നോക്കുവോ? വല്ലാത്തൊരു കഷ്ടം. ഇപ്പൊ യുദ്ധം കൂടി ഉള്ളൂ, കഴിഞ്ഞ കഴിഞ്ഞി. നിങ്ങള് വിളിച്ചാ ഇന്ന് ചോറ് എടുത്തരാം. അടുത്താട്ട് നല്ല വിശക്കുണ്ട്. ഞാൻ ഇപ്പൊ എടുത്തരാം. എന്തെങ്ങനെ നോക്കണ്? ഒന്നുമില്ല, നിങ്ങളെ വർത്താനം കേട്ടിട്ട് നോക്കി പോയതാണ്. എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇതൊക്കെ ഒരു അടങ്ങറാവലിക്ക. അവനാന്റെ പെരയത്ത് പണിയോളം അവനാൻ തന്നെ എടുക്കണ്ടേ, വേറെ ആരും വന്ന് എടുക്കൊന്നുമില്ലല്ലോ. പിന്നെ താത്താന്ന് പറഞ്ഞത് കുറച്ചു ദിവസം നിക്കാൻ വേണ്ടിട്ട് വന്നതല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ പണിയെടുപ്പിക്ക? അതൊന്നും ശരിയാവൂല. ഞാൻ എന്റെ പെരയെ പോയാലും ഇരിക്കണില്ല, അതേപോലെ തന്നെ അല്ലേ. അവിടെ ഇരിക്കാൻ ചോറ് അമ്പിത്തരാം. എടി, ഇക്ക് കുറച്ച് ചായ ഉണ്ടാക്കി തരുമോ? അല്ലെങ്കിൽ വേണ്ട, ഹോർലിക്സ് മതി. ഞാൻ ഇക്കാക്കൊന്ന് ചോറൊന്ന് കൊടുക്കട്ടെ, എന്നിട്ട് ഉണ്ടാക്കി തന്നാ പോരെ? ഇജ് പെട്ടെന്ന് ഉണ്ടാക്കി കാട്ട്, എന്നിട്ട് പിന്നെ കൊടുക്ക ചോറൊക്കെ. ഉപ്പ ഉണ്ടാക്കി തരാം. ഞാൻ അവിടെ ഉണ്ടാവും ട്ടാ. എടി, ഇജ് കുറച്ചേക്ക് കുളിക്കാന് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചാ. ചൂടുവെള്ളം ഇപ്പൊ ഉണ്ടാക്കി തരാട്ടാ. ഞാൻ ഓൾക്ക് ഹോർലിക്സ് ആണെന്ന് പറഞ്ഞിരുന്നു, അത് ഉണ്ടാക്കാൻ നിക്കേന്ന്. അത് രണ്ടും കൂടെ വെച്ചാളാ ഗ്യാസുമ്മേ. ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം. ഉണ്ടാക്കിട്ടാ. ചൂടുവെള്ളം ഒക്കെ കൂടെ ഇതിൽ വെക്കാം. ഹോർലിക്സിനുള്ള ഇതിന് മുക്കും ചെയ്യാം. ഹലോ, എവിടെടാ നമ്മളെ ചോറ്? ഞാന് പറ്റി മറന്നിക്കാം. ഇപ്പൊ എടുത്തരുന്നു ചോറ് കുറച്ച് വിളമ്പി വെച്ചിരിക്കണം. അപ്പോഴാണ് ഉമ്മ ചൂടുവെള്ളം വാങ്ങുന്നു, അതേപോലെ ഓള് ഹോർലിക്സ് ആണെന്നും പറഞ്ഞിട്ട് വന്ന്. പറ്റ മറന്ന, ഞാൻ ഇപ്പൊ എടുത്തരാം. ഇത് ധൃതി പിടിക്കണ്ട, അതൊക്കെ കഴിഞ്ഞിട്ട് ആക്കത്തിന് മതിട്ടോ. ഇങ്ങനെ പയിച്ചിരിക്കണ്ടേ, ഞാൻ ഇപ്പൊ വിളമ്പി തരാം. കണ്ട ഇനി ഓലതൊക്കെ കണ്ട് കഴിഞ്ഞോട്ടെ, എന്നിട്ട് മതി. ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാടി? സാരില്ലേക്ക, ഞാൻ ഇപ്പൊ എടുത്തരാട്ടോ. എന്റെ റബ്ബേ, എല്ലാരെ കാര്യം നോക്കിട്ട് എന്റെ മാപ്പിളുടെ കാര്യം നോക്കാൻ ഞാൻ മക്ക. സാരില്ല, ഉമ്മക്കല്ലേ. കൂട്ടാൻ വേറെ പാത്രത്തിലെടുക്കും. ഇത് ചൂടാറും. ഇനിയിപ്പൊ എപ്പഴാ അമ്മാന്റെ കുളി? ഉണ്ടാക്കായിട്ട് വേണ്ടല്ല അമ്മ. ഉമ്മാക്കൊന്ന് വിളിച്ചോക്കട്ടെ, എന്താ പാടണമെന്ന്. നേരെ നോക്കിട്ടൊന്ന് വിളിച്ചിട്ട് കൂടിയില്ല, പാവാണ്. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും.
ഇല്ലമ്മ, പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. നീ തിരുമ്പാനും തുടക്കാനൊക്കെ ഉണ്ട്. ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ മാമ്പടെ, വേറെ ആരുമില്ലല്ലോ. പാകത്തിനൊക്കെ ഇങ്ങനെ എടുക്കണം. ഓല് ഇവിടെ ഉണ്ട്. ഓല് നിക്കാൻ വന്നതല്ലേ, ഞാൻ എങ്ങനെ പണിയെടുപ്പിക്ക, മോശല്ലേ. കൊറേ ആവൊക്കെ ചെയ്തിക്കണ് വന്നിട്ട്, പക്ഷെ എന്നാലിക്ക് എന്തോ ഒരു മടിമ്മ. സാരില്ല, ഞാൻ എടുത്തോളാം. അതുകൊണ്ട് പിന്നെ ആർക്കും പരാതിയും പരിഭവം ഒന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ തന്നെ എടുത്താല്. സാരില്ല, നിങ്ങൾ അതൊക്കെ വിടി. എന്താ നിങ്ങളെ പാട്, സുഖല്ലേ? ഇപ്പേ പണിയുണ്ടോ? പിന്നെ വേറെന്താ, കുട്ടികളൊക്കെ എവിടെ? ഞാന് വരണ്ട ഉമ്മ, ഇപ്പൊ വരാൻ പറ്റൂല. ഇവിടെ ഓളൊക്കെ ഉള്ളതല്ലേ, ഞാൻ ഇങ്ങനെ വരിക. ഓള് ഇവിടെ ഉണ്ടാവുമ്പോ ഞാൻ എങ്ങനെ വരും? നിങ്ങൾ പറയണ പോലൊന്നല്ല. ഓല് വിരുന്ന് വന്നിട്ട് ഞാൻ പോരാറിന മോശമാണ് ഉമ്മ. ഞാൻ ഇവിടെ ഇല്ലായിരുന്ന ശരിയാവൂല. പിന്നെ വേറെന്താ? ഞാൻ വിളിക്കണ്ടിട്ടമ്മ, എനിക്ക് പണിയോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ വൈകുന്നേരത്ത് വിളിക്കണ്ട്. എന്നായിക്കോട്ടെ. എന്നാ ശരി. വലൈക്കും അസ്സലാം. വിളിക്കായിട്ട് പരാതി. എത്താപ്പ ഇങ്ങനെ വിളിച്ചിട്ടില്ല. ഇത് തിരുമ്പാ ഉള്ളതാണ്. എന്നാലും ഇനി പോയി തിരുമ്പാ കൊണ്ടില്ല, അപ്പൊ കൊടുക്ക. ഊരക്കാണെങ്കി ഭയങ്കര വേദന. ഈ പെണ്ണിന് 24 മണിക്കൂർ ലിഫ്റ്റിക്കിടലും തന്നെ ഉള്ളു. അവിടുന്ന് വന്നേ മുതൽ ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇത് തിരുമ്പാൻ പോവാ? അമ്മ, നിങ്ങളുടെ എന്തേലും ഉണ്ടോ? ഇതും കൂടി ഒന്നാണ് തിരുമ്പിട്ടാ. ഇതൊക്കെ നിറച്ച് ചളിയാണ്, കൊറേ അയക്കണം തിരുമ്പി. ഞാൻ തിരുമ്പിട്ടോളാം. ഉമ്മാന്റെ ഡ്രസ്സ് തിരുമ്പാനുള്ള വാങ്ങണ്ടല്ലേ. ഈ ഇതും കൂടി ഒന്ന് ഉമ്മാന്റെ തിരുമ്പുമ്പോ തിരുമ്പോ? അനക്ക് ബുദ്ധിമുട്ടാവോ? ബുദ്ധിമുട്ടൊന്നുമില്ലേടി, ഞാൻ ചെയ്തോളാം. എങ്ങനെ ഉണ്ട് എന്റെ ഐഡിയ? ഇജുന്നാലും വല്ലാത്ത പെണ്ണെന്നെയാണ്. ഇന്നെ കൊണ്ടൊന്ന് വെച്ചപ്പെടാ എന്നിട്ട് തീരുമാനത്തിനൊക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോടെ തന്നെ നിന്നാ പോരെ. അവിടെ പണിയെടുക്കാൻ മടിയായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. പിന്നെ അമ്മക്ക് സ്വന്തമായിട്ടൊരു വേലക്കാട്ടി ഉണ്ടാവുമ്പോ ഞാൻ എന്തിനു ചെയ്യണം? അങ്ങനെ ഒന്നും ഇവിടെ ഉള്ളതുകൊണ്ട് അണക്കും നിക്കും നല്ലപോലെ നിക്കാരായി. ഞാൻ ആരെ മോള്? ഉമ്മാന്റെതല്ലേ മകള്, അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഇക്കാരം സ്വഭാവം. ഇവിടെ നിന്ന് നിങ്ങളോട് വർത്താനം പറഞ്ഞാലേ എനിക്ക് റീൽസ് ഒന്നും എടുക്കാൻ പറ്റൂല. ഓള് തിരുമ്പിയത് നിങ്ങളത് വാങ്ങണണ്ടപ്പോ മണ്ടി വന്നതാ എന്റെ കൂടിയും കൊടുക്കാൻ വേണ്ടിട്ട്. ഞാൻ പോയിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടേ റീൽസ് ചെയ്യട്ടെട്ടാ. ചെല്ല്, ഞാൻ മുടക്കണ്ട. പെണ്ണിന്റെ ഒരു കാര്യം. ഇവിടെ ഉള്ളതുകൊണ്ട് പണികളൊക്കെ എടുക്കാരായി. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കിടന്ന് ഇറങ്ങാറാവട്ടെ. കൂടി ഇടണ ഇടല്ലേ. കുളിക്കട്ട പോയിട്ട്. എനിക്കാണെങ്കി ഇപ്പൊ പുറത്തേക്ക് പോയതാണല്ലോ അല്ലെ.
ഇനിയിപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേൾക്കൂല. ഉമ്മാനോട് പറഞ്ഞിട്ട് പോവാം. കുളിക്കാൻ പോവാണ് ഇക്കാന്ന വിളിക്കാൻ. ഇജ് ഇങ്ങനെ ആ കുന്ത്രാണ്ടത്തുമ്പോ ഇങ്ങനെ ഇരുന്ന് കളിച്ചോ. എന്നിട്ട് ഞാൻ അത് കണ്ടിട്ട് വേണം ഓള് വർത്താനം പറയാന്. അല്ലെങ്കിൽ തന്നെ ഈ പെരന്റെ ഉള്ളത്തെ പണികളൊക്കെ ഓളാ ചെയ്യണത്. ആ ഓളവിടെ പറഞ്ഞോട്ടെ, അയച്ചിട്ട് ഇക്കു യാതൊരു കുഴപ്പമില്ല. ഓളെന്തായാലും ഇമ്മയും മരോളായിട്ടൊന്നും കാണണമൊന്നുമില്ലല്ലോ, വേലക്കാരത്തിയായിട്ടൊന്നല്ലേ കാണുന്നത്. അപ്പൊ പിന്നെന്താ ഞാൻ പണിയെടുക്കാതെ നിന്നാല്? ഇമ്മ ഓളെ ഞമ്മക്കേ പണിയെടുപ്പിച്ച് ഇവിടുന്ന് ആട്ടണം. അതാണ് എന്റെ ലക്ഷ്യം. ഓളെ എന്തിനാ ഇവിടുന്ന് ആട്ടണത്? ഓനക്ക് പേരിനൊരു പെണ്ണുങ്ങളും നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു പെണ്ണൊരു വേലക്കാരത്തിന്റെ രീതിയിൽ നിർത്തിക്കൂടെ? ഇനി വേറെയുള്ള ഏതെങ്കിലും പെണ്ണുങ്ങളാണ് ഇങ്ങോട്ട് വരുന്നിച്ച ഓരൊക്കെ ചെയ്യും ഈ പണിയോളൊക്കെ. ആ നിങ്ങൾ പറഞ്ഞ പോലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇല്ല, ഇനി ഓളെപ്പോലെ ഒന്നിനെ കിട്ടൂല. ആ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഓളെപ്പോലെ ഒന്നിനെ ഇനി കിട്ടൂല. അഥവാ ഇനി ഓനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിച്ചിട്ട് ഞാൻ പെണ്ണ് വേറെ സ്വഭാവമാണെങ്കിൽ എന്താ കാട്ടുക? ഇവളെന്നെ നല്ലതില്ലേ? നീ ആ ഫോണുമ്മ ഇങ്ങനെ ഇരുന്ന് കളിക്കണ്ട, ഞോള് കാണണ്ട ഇഞ്ഞത്. ആ ഞാൻ കളിക്കണില്ല. ആ അതാണ് നല്ലത്. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. നീ ഇജ്ജ് ഓരോന്ന് ഉടക്കുണ്ടാക്കി എങ്ങാണ്ട് ഓളെ ഇവിടുന്ന് ആട്ടാനൊന്നും നിക്കണ്ട. നൈസിന് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. ഇന്ന് എല്ലാ പണികളും ഓൾ തന്നെ ചെയ്തോളൂ. ആ പിന്നെ അമ്മ ഓളെ പെരേക്ക് 24 മണിക്കൂർ വിളിച്ചിങ്ങാണ്ടാണ്. ആ വിളി എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം കേട്ടോ. കാരണം എന്താന്നറിയോ, ഓളമ്മൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കണ്ടാവും, പണിയെടുക്കണ്ട ചെയ്യണ്ടെന്നൊക്കെ. അങ്ങനെ പോയി പണിയെടുക്കാതൊന്നും ഇരിക്കണ്ട. നിങ്ങൾ എങ്ങനെയെങ്കിലും അതൊന്നും ഇല്ലാതാക്കാൻ നോക്കി. ആ അത് ഞാൻ ഇല്ലാതാക്കിക്കൊണ്ട് എനിക്കറിയുള്ളൂ വിളിക്കണ്ട് എന്നുള്ളതൊക്കെ. എന്നാലും ഇങ്ങനെയാണല്ലോ കാണുന്നത്. പഠിച്ചവനായിട്ട് എനിക്ക് ഇപ്പൊ കാണിച്ചു തന്നത്. അപ്പളേ പറഞ്ഞത് എന്നോട് ഒക്കണത്ത് പടിയുന്ന ദിവസം വരുന്നു. ഇത്ര പെട്ടെന്നാണെന്ന് ഞാനും വിചാരിച്ചില്ല. എന്താ ഇവിടെ മുഖമൊക്കെ വല്ലാതെ ഇരിക്കണ്? ഒന്നുമില്ലക്ക. അതൊന്നും അല്ലല്ലോ, ഇക്കറിയാ ഈ കരഞ്ഞിക്കണല്ലോ. എന്തിനാണ്? അതിക്ക ഇന്നോട് ഇന്നൊരു വേലക്കാരത്തെ ഏറ്റത്ര കാണുന്നത്. രണ്ടാളും പറയണത് ഞാൻ കേട്ട്. ഓൾക്ക് എന്നും പണിയെടുക്കാനൊരടിമ. അങ്ങനെ ഓലെന്നെ കാണുന്നത്. നിങ്ങളെ പെങ്ങളെന്താ പറഞ്ഞെന്നറിയോ? എന്നെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിച്ച് അവസാനം ഇവിടുന്ന് എന്നെ പുറത്താക്കണമെന്ന്. ഓക്കെ എല്ലേതും ചെയ്ത് കൊടുക്കണേ ഞാനല്ലിക്ക. എന്നിട്ടിപ്പൊ എനിക്ക് കിട്ടിയതോ? ഞാൻ അങ്ങനെ ഇരുന്ന് കരയണത് ഞാൻ അന്നേ എന്നോട് പറഞ്ഞതല്ലേ, ഇതൊന്നും ശരിയാവൂല. ഇക്കെന്റെ ഉമ്മാനും പെങ്ങളെ അറിയണ പോലെ അനക്കറിയൂലല്ലോ. ശരിയാണ്, ഞങ്ങള് പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. നിങ്ങള് പറഞ്ഞ കേക്കായിട്ട് കിട്ടിയ എന്നെക്കാരൻ എനിക്ക്. പെങ്ങളെന്താ പറഞ്ഞെന്ന് അറിയ നിങ്ങക്ക്? ഇന്നിങ്ങനെ പണിയെടുപ്പിച്ചിട്ട് ഇവിടുന്ന് പുറത്താക്കണമെന്ന്. അപ്പൊ നിങ്ങളെ അമ്മക്ക് കുറച്ചെങ്കിലും സ്നേഹമുണ്ട്. ഇമ്മ എന്താ പറഞ്ഞെന്നറിയോ? ഒഴിവാക്കണ എന്തിനാണ്?
ഓളൊരു വേലക്കാരത്തിയായിട്ട് നിർത്താന്ന്. എന്നൊരു വേലക്കാരത്തിയായിട്ട് നിർത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ എന്നെ കെട്ടിയിരിക്കണത്. ഞാൻ ഇത്രയും ദിവസം എന്നോട് പറഞ്ഞിരുന്നതും അതാണ്, എല്ലേതും ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടാന്ന്. ഇപ്പൊ എന്തായി? ഇന്നെങ്കിലും ചെന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിക്കേ. നമ്മളെ കാര്യങ്ങൾ നീ ശ്രദ്ധിക്ക്, ഇമ്മാന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടെന്ന് ഞാനോട് പറയണില്ല. നീ ഇങ്ങനെ ഇരുന്ന് കരയണ്ട, ഒക്കെ ശരിയാവും. ആ എടി പിന്നെ എനിക്ക് രാത്രിക്കൊക്കെ ചോറ് വേണ്ടട്ടോ, ചപ്പാത്തി മതി. നോക്കൊന്നും പറയാനും കൂടി നാവില്ല. അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. ഉമ്മാനോട് പറഞ്ഞിട്ട് തന്നെ കാര്യം. ഓക്ക് ഞാന് ചപ്പാത്തി ഉള്ളവർക്ക് ഞാൻ ബിരിയാണിയാ വെച്ചു കൊടുക്കണത്. എന്താണ് പിറുപിറുക്കണ്? നിങ്ങളെ പെങ്ങൾക്കേ ചപ്പാത്തിയും ചിക്കൻ കറിയും മാത്രം വൈകുന്നേരത്തിന്. ഓക്കെ ഞാൻ നല്ല ഉണ്ടാക്കി കൊടുക്ക. ഏയ് അങ്ങനെ പറയല്ലേ, അന്റെ നാത്തൂനല്ലേ. ഇതേക്ക നിങ്ങൾ എന്നെ വെറുതെ ദേഷ്യം മുടിപ്പിക്കണ്ടട്ടോ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നമുക്ക് എല്ലാതും ഒരു തമാശ. ഞാൻ പറഞ്ഞ ഇപ്പോഴെങ്കിലും ഒന്ന് കാര്യത്തിൽ എടുത്തല്ലോ. ഇപ്പൊ എന്തായി? ഒരു തെറ്റൊക്കെ ആർക്കും പറ്റും എന്ന് വിചാരിച്ചിട്ട് കാലാകാലം തെറ്റു പറ്റണമെന്നില്ലല്ലോ. ഓൾക്ക് ഞാൻ നല്ല ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്ക. നിങ്ങൾ എന്തീ കൊലായ്മ കാട്ടുന്നത്? ഞാൻ ഈ മറ്റത്തെ വാതിൽ ഇവിടെ തുറന്നിട്ടിക്കണേ, അപ്പൊ അവിടെ അടക്കാന്നത്. എന്റെ നിങ്ങളെ മരുകളോട് ഞാനേ ഇക്ക് രാത്രിക്കൊക്കെ ചോറ് വേണ്ട ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ട് ഓള് മുഖം കൊണ്ട് കയറ്റി മുറിച്ച് കണ്ട ഒത്തുക്കാണ്ട് പൊയ്ക്ക. ഓ മോന്തി കയറ്റിക്കാണ്ട് പോവേ. ഞാൻ ചോദിച്ചോക്കട്ടെ ഓളോട് എന്താണ്. പോയോക്കി. ഏടി ഇജെന്തോ ഓള് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞിട്ട് ഇജൊന്നും മുണ്ടാതെ എന്റെ മോന്തി കനിപ്പിച്ചങ്ങാണ്ട് പോയി അറിഞ്ഞോള്. എന്താ എനക്ക് ഉണ്ടാക്കാനൊന്നും വെച്ചേ? ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ വേണ്ട ആൾക്കാരെ ഉണ്ടാക്കി തിന്ന. ഞാൻ നിർത്തികൾ ഉണ്ടാക്കി തരല്. ഇവിടെ ഒരാൾക്ക് ചപ്പാത്തി ഒരാൾക്ക് ചോറുണ്ടെങ്കിലേ ചപ്പാത്തി ഉണ്ടാക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചോറ് വെക്കും. ഇതിലേതെങ്കിലും ഒന്നേ എല്ലാരും തിന്നണം. ഇവിടെ ഒരാൾക്ക് വേറെ ഉണ്ടാക്കാനേ ഇനി ഇന്നെ കിട്ടൂല. ചോറും ചപ്പാത്തിയും. ചപ്പാത്തി ചിക്കൻ കറി അത്ര ഓൾക്ക്. രാവിലെ ഉണ്ട് ഉണ്ടാക്കി വെച്ച ചൂടുവെള്ളമാണ്. ഇതുവരെ എന്നെ കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കാൻ പറ്റും അതൊക്കെ നോക്കും. ഇത് എന്താടി പറയണത്? ഇതെന്താ ഇവിടെ പറയണത്? ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാള്ളത് നിങ്ങള് പറഞ്ഞേരി. ഞാൻ എന്റെ ഇവിടുത്തെ മെഷീനോ? പറയണ ഇങ്ങനെ ഉണ്ടാക്കാനും ചെയ്യാനൊക്കെ എന്നെ കൊണ്ട് ഇത്രയൊക്കെ തന്നെ പറ്റുള്ളൂ. എവിടെ ഇല്ലാത്തൊരു പഠിപ്പാണല്ലോ ഇവിടെ. അങ്ങനെ ഒരാൾക്ക് ചപ്പാത്തി, ഒരാൾക്ക് ചോറ്, ഒരാൾക്ക് കഞ്ഞി. ഞാൻ എന്താ മെഷീനാണെന്നാണ് നിങ്ങളെ വിചാരം? എന്താടി ഓൾ എന്നോട് ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞതിനനുസരിച്ച് ഇങ്ങനെ പറയണത്? അണക്ക് 24 മണിക്കൂറും ഫോൺ വിളിയാണല്ലോ. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലാന്ന് എന്റെ വിചാരം. അണക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത് ആരാന്നുള്ളത് നന്നായിട്ട് അറിയാം. ഫോൺ വിളിച്ചങ്ങാണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാണ്. ഇക്കാരും ഫോൺ വിളിച്ച് പറഞ്ഞൊന്നുമല്ല. നിങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്ന പറഞ്ഞത് ഇന്റെ പെരക്കാരല്ലേ. എന്തായാലും ഇന്റെ പെരക്കാരല്ല, ഇവിടെ തന്നെയാണ് ഞാൻ ജീവിക്കണത്. ഇവിടെ എന്തൊക്കെ നടക്കണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പറയണെന്നും നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യണമെന്നുള്ളത് എനിക്ക് നല്ല ബോധമുണ്ട്. നല്ല ബോധം എന്ന് പറഞ്ഞാൽ നല്ല ബോധമുണ്ട്. മതി നിങ്ങൾ നിർത്തിക്കാളി. ഇത്രയും കാലങ്ങളുടെ വേലക്കാരത്തിയായിട്ടാണ് കണ്ടിക്കണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ രണ്ടാളും കൂടി ഇന്ന് സംസാരിക്കണമെന്ന് ഞാൻ കേട്ടതാണ്.
ഇത്രയും തെളിവ് പോരെ, ഇനി ഇതിലും കൂടുതൽ എന്തെങ്കിലും പറയണോ? ഞാൻ പറയുന്നത് കേട്ട് നിക്കാൻ പറ്റുന്നുള്ള നിന്നാ മതി ഇവിടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇജ്ജ് പെരേക്ക് പോയിക്കോ. ഓൾക്ക് വെച്ചുണ്ടാക്കാൻ ഇന്നെ കൊണ്ട് പറ്റൂല. നിന്നെ ഇക്ക അങ്ങോട്ട് കെട്ടിക്കൊണ്ടു നിക്കണതേ ഇങ്ങളെ കാര്യം ഇക്കാന്റെ കാര്യം നോക്കാനാണ്. ഇപ്പൊ ഉണ്ടായി നിന്ന് ഇപ്പാന്റെ കാര്യം ഞാൻ നോക്കിയിരുന്നു, അല്ലാതെ ഇക്കാന്റെ പെങ്ങളെ നോക്കാൻ വേണ്ടിട്ടല്ല ഇക്ക എന്നെ കെട്ടിക്കൊണ്ടു നിക്കണത്. ഓൾക്ക് വേണമെന്നുണ്ടെങ്കിലേ ഓളെ കെട്ടിച്ചോടത്തൊക്കെ പോയിക്കോട്ടെ, എന്തായാലും ഇന്നെ കൊണ്ട് പറ്റൂല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചെയ്തു കൊടുത്താൽ നിങ്ങളെ മകൾക്ക്. പിന്നെ അന്നെ ഇവിടെ നിർത്തിയിട്ട് വേണ്ടടി. നിങ്ങൾ ഇവിടെ നിർത്തൂല എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്ക് എന്താ ഉള്ളത്? ഇപ്പൊ മരിച്ചപ്പോഴേ ഇക്കാന്റെ പേരിലാണ് ഈ സ്ഥലവും വീടൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളെ മകളെ കെട്ടിച്ചപ്പോ പണ്ട് മുതലൊക്കെ കൊടുത്ത് കെട്ടിച്ചല്ലോ. അപ്പൊ ഈ പേര് സ്ഥലവും ഇക്കാന്റെ പേരിലാണ് ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടേ ഇന്റെ ഇക്കാന്റെ മുതലാണ് ഇതില്. ഇങ്ങക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാൾക്ക് ഇവിടുന്ന് ഇറങ്ങാം. അല്ല ഇന്നെങ്ങളെ ഇറക്കാനാ നോക്കുന്ന വെച്ചാൽ അതെന്തായാലും നടക്കൂല. കുറെ ദിവസമായി ഞാൻ ഇതിങ്ങനെ പട്ടിയോട് പണിയെടുക്കും പോലെ ഇങ്ങനെ പണിയെടുക്കുക, നിങ്ങളൊക്കെ ഇങ്ങനെ സുഖിച്ചിരിക്കും ചെയ്യാ. ഞാൻ വിചാരിച്ച എന്നോടുള്ള ഇഷ്ടം കൊണ്ട് കാര്യം ഇങ്ങനൊക്കെ ചെയ്യുന്ന അപ്പോൾ എന്നൊക്കെ മനസ്സിലായത്. ഇനി എന്തായാലും അത് നടക്കൂല. ഞാൻ ഈ പാണ്ട് ചെന്നാ ശരിയാവൂല. ഓൾ ഇനിയും കൂടി പിടിച്ച് തിന്നു. മാപ്പിളുടെ പെരയിലാണെങ്കിൽ പോയ പണി എടുത്ത് മനുഷ്യൻ ചാവും. അയക്കും നല്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് പണികളൊക്കെ എടുത്തിട്ട് ഇവിടെ നിക്ക. വല്ലാത്തൊരു മരക്കം. നീ പോളോടൊന്ന് പറഞ്ഞു പോയിട്ടും കാര്യമില്ല. ഒരാജ്ഞാപിക്കല് ഓലെ വിചാരണ്ട് എല്ലാം കേട്ടിട്ട് കാലാകാലം ഞാൻ നിക്കുന്നുള്ളത്. അതൊക്കെ വെറും തോന്നലാണ്. എന്തായി, കഴിഞ്ഞോ? കഴിഞ്ഞു. ഇപ്പോഴെങ്കിലും ഇതൊന്ന് പ്രതികരിച്ചു തുടങ്ങിയല്ലോ, അത് മതി. ഇക്ക് മനസ്സിലായി തുടങ്ങിയപ്പോ ഞാൻ പ്രതികരിച്ചു. ഇത്രയും കാലങ്ങളെ പെരക്കാരെ സ്വഭാവം എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പൊ ഞാൻ പ്രതികരിക്കൽ തുടങ്ങി. അതെന്തായാലും നന്നായി. ഇനി ഓള് വേഗം ഓള് പോയിക്കോള് ഇവിടുന്ന്.